ഹായ് ഫ്രണ്ട്സ്, വുമൺ പോലീസ് കോൺസ്റ്റബിളിൻ്റെ 4ാമത്തെ പാർട്ടാണ് ചെയ്യാൻ പോകുന്നത്. സോ 3 പാർട്ടുകൾ 1, 2, 3 പാർട്ടുകളായിട്ട് 30 ക്വസ്റ്റ്യൻസ്, ആദ്യത്തെ 30 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ഞാനത് ഡിസ്ക്രിപ്ഷനിൽ, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ ഇതിൽ ഈ ഒരു പാർട്ടിൽ 31 മുതൽ 40 വരെയുള്ള ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട കണക്റ്റഡ് ആയിട്ടുള്ള ഫാക്ട്സുകളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ ക്വസ്റ്റ്യൻസ് എങ്ങനെ എവിടെ നിന്നൊക്കെയാണ് വന്നെന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് പറയാം. 31 എന്താണ്, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മുഖ്യ നിയമോപദേശകൻ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആട്ടോ ചോദിച്ചിട്ടുണ്ട്. 32 പ്രീവിയസ് ആയിട്ടൊന്നും അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. ഇതൊരു ഫ്രഷ് ക്വസ്റ്റ്യൻ തന്നെയാണ്, അത്രയൊന്നും മുമ്പ് ഇത് എന്തില്ല ക്വസ്റ്റ്യനിൽ കണ്ടിട്ടില്ല. 33 എന്താണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ, ആ മലയാള ടേം പിള്ളവാദം എന്നുള്ള ടേം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായാൽ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണത്. 34 പ്രീവിയസ് ആണ്, 35 പ്രീവിയസ് ആണ്, 36 കറണ്ട് അഫെയർ ആണ്, 37 പ്രീവിയസ് ആണ്, റിപ്പീറ്റഡ് ആ ക്വസ്റ്റ്യൻ ആണ്, 38 ഒരു ട്വിസ്റ്റഡ് ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് പക്ഷേ ഈ രീതിയിലല്ല, ട്വിസ്റ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. 39 എത്രയോ പ്രാവശ്യം പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്, ഭൂഗർഭ ത്വരണം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത്. 40 കറണ്ട് അഫെയറിൽ കൂട്ടാം. കറണ്ട് അഫെയറിൽ കൂട്ടുകയാണെങ്കിലും പോലും എന്താണ്, എപ്പോഴും അത് റിലവൻ്റ് ആണ്. പ്രത്യേകിച്ച് ചന്ദ്രയാൻ 3 എന്നുള്ളതാണ് ഇന്ത്യയുടെ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഏറ്റവും ലാസ്റ്റിലത്തെ ഒരു മിഷൻ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ എന്താണ്, ഗഗൻയാനൊക്കെ ഉണ്ട് എങ്കിലും ചന്ദ്രയാൻ 3 നിങ്ങൾ ഓർത്ത് നോക്കണം. ഓക്കെ, എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട സോ ഈ ഒരു 10 ക്വസ്റ്റ്യനിൽ ഏകദേശം എന്താണ്, ഏകദേശം ഒരു 8 ക്വസ്റ്റ്യൻ 7 ക്വസ്റ്റ്യൻസോളം എന്താണ് പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പറഞ്ഞതാണ്. ഓക്കെ, 31ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്ലിയർ ആണ്. ജസ്റ്റ് ഞാൻ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ വായിച്ച് കഴിയുമ്പോൾ ഒന്ന് പോസ് ചെയ്തിട്ട് ആൻസർ ചെയ്താൽ എന്നുള്ള എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് മനസ്സിലൊന്ന് ചിന്തിച്ച് നോക്കണം. അല്ലെങ്കിൽ അത് കേട്ട് പോയാലേ ഉണ്ടാവും, നിങ്ങൾക്കത് എക്സാം ഹാളിൽ കാണുമ്പോൾ കിട്ടില്ല ഇതിൻ്റെയൊക്കെ ആൻസർ. 31 ക്വസ്റ്റ്യൻ, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മുഖ്യ നിയമ ഉപദേശകൻ കേട്ടോ, നിയമ ഉപദേശകൻ ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. ആരാണ്? അറ്റോർണി ജനറലാണ്. ഓക്കെ, അറ്റോർണി ജനറൽ. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ആർട്ടിക്കിൾ 76 അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ, അറ്റോർണി ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ആർട്ടിക്കിൾ 76 കേട്ടോ, അറ്റോർണി ജനറൽ. ഇനി അറ്റോർണി ജനറൽ 1ാമത്തെ നിയമ ഓഫീസർ, അതായത് ഫസ്റ്റ് ലോ ഓഫീസർ എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യ ഗവൺമെൻറ്റിന് എപ്പോഴെങ്കിലും ഏതെങ്കിലും കാര്യങ്ങളിൽ നിയമ ഉപദേശം വേണമെന്ന് ഉള്ളപ്പോൾ എപ്പോഴും അതിൽ ഇടപെടുന്ന വ്യക്തിയാണ് ആര്? ഈ അറ്റോർണി ജനറൽ കേട്ടോ, അറ്റോർണി ജനറൽ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ഫസ്റ്റ് ലോ ഓഫീസർ ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചാൽ ആര് തന്നെയാണ്? അറ്റോർണി ജനറൽ ആണ്. ഇനി സോ അതുകൊണ്ട് തന്നെ നിയമ ഉപദേശകനാകുന്നതുകൊണ്ട് തന്നെ ഇയാളുടെ യോഗ്യത, ഇദ്ദേഹത്തിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും? ഒരു സുപ്രീം കോടതി ജഡ്ജിക്ക് വേണ്ട യോഗ്യത എന്താണോ അതായിരിക്കും ഇയാളുടെ യോഗ്യത, അറ്റോർണി ജനറലിന് വേണ്ട യോഗ്യത. സോ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇങ്ങനെയാണ് ചോദിക്കുക, സുപ്രീം കോടതി ജഡ്ജി ആവാനുള്ള യോഗ്യതയാണ് ആരുടെ യോഗ്യത? അറ്റോർണി ജനറൽ ആവാൻ വേണ്ടിയിട്ടുള്ള യോഗ്യത. ഇനി അത് ഓൾറെഡി പറഞ്ഞതാണ്, സർക്കാരിന് വേണ്ടിയിട്ട് സുപ്രീം കോടതിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോടതിയിലോ ഹാജരാകുന്നതിന് എന്തുണ്ട്? ഈ അറ്റോർണി ജനറലിന് അധികാരമുണ്ട്. ഓക്കെ, സോ അറ്റോർണി ജനറലായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത്? അനുച്ഛേദം 76 ഫസ്റ്റ് ലോ ഓഫീസർ എന്ന് പറയുന്ന അറ്റോർണി ജനറലാണ്, നിയമോപദേശം കൊടുക്കുന്ന അറ്റോർണി ജനറലാണ്. ഇനി നിങ്ങൾ പഠിക്കേണ്ട ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ ആരാണെന്നുള്ളതാണ്. ഇപ്പോഴത്തത് ഞാനിപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴുള്ള ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴുള്ള അറ്റോർണി ജനറൽ എന്ന് പറയുന്ന ആരാണ്? ആർ വെങ്കട്ടരമണി കേട്ടോ, ആർ വെങ്കട്ടരമണിയാണ്. ഇനി ഈ അറ്റോർണി ജനറലിനെ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ AGI എന്നാണ് വിളിക്കുന്നത്. അത് നിയമിക്കുന്നത് ആരാണ്? പ്രസിഡൻ്റാണ്. ഏകദേശം നിയമങ്ങളും പ്രസിഡൻ്റ് തന്നെയാണ് നിയമനങ്ങളും നടത്തുന്നത്. ഇനി ഇതിൻ്റെ ആർട്ടിക്കിൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, 76 ഫസ്റ്റ് ഹോൾഡർ, അതായത് ഇന്ത്യയുടെ ആദ്യത്തെ അറ്റോർണി ജനറൽ ആരാണെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ, MC സെറ്റിൽവാദ്. ഓക്കെ, MC സെറ്റിൽവാദ്. ഓക്കെ, അത് ഫസ്റ്റ് നമ്മൾ ഒരു കേസൊക്കെ ഉണ്ടാകുമ്പോൾ ഫസ്റ്റ് എന്താ ചെയ്യുക, അതൊന്ന് സെറ്റിൽ ചെയ്യണം എന്നല്ല പറയാം, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി നിങ്ങൾ. അല്ല, ഒരു കേസ് ഒരു നിയമ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇതൊന്ന് എങ്ങനെയെങ്കിലും സെറ്റിൽ ചെയ്താൽ മതി എന്നുള്ള ആ രീതിയിൽ ഓർത്ത് വെച്ചാൽ എന്തോ ഓർമ്മ വരും? MC സെറ്റിൽവാദ് ഓർമ്മ വരും. സോ നിയമമാണെന്നുള്ളത് എന്ത് ചെയ്യും? ഓർമ്മ വരും. സോ അത് ഇന്ത്യയുടെ ആദ്യത്തെ എന്താണ് അറ്റോർണി ജനറലാണ്. ഇനി നോക്ക് നിങ്ങൾ, അറ്റോർണി ജനറൽ എന്നുള്ള ആ ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തത്, അതായത് അത് ആ ഒരു എന്താണ് തസ്തിക ഫോം ചെയ്തത് 28 ജനുവരി 1950 ആ ഡേറ്റിൻ്റെ പ്രത്യേകത എന്താ?
സുപ്രീം കോടതി നിലവിൽ വന്ന ഡേറ്റ് ആണത്. എപ്പോൾ ഓർത്തോക്കണേ, സുപ്രീം കോർട്ട് നിലവിൽ വന്ന ഡേറ്റ് ആണ് ഇത് 28 ജനുവരി 1950 എന്നുള്ളത്. ഓക്കെ, അത് തന്നെയാണ് എന്തും ഇപ്പോഴും നിയമങ്ങളോ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സുപ്രീം കോടതി പറയുന്ന അതേ ടേമിൽ തന്നെ എന്ത് പറയണം, ഈ അറ്റോർണി ജനറലിൻ്റെ കാര്യം കൂടി പറയണം. ഓക്കെ, അത് സംസ്ഥാനങ്ങളിലേക്ക് എത്തുമ്പോൾ എന്തോ അഡ്വക്കേറ്റ് ജനറൽ എന്നുള്ള പോസ്റ്റിലേക്ക് പോകട്ടോ. ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അറ്റോർണി ജനറൽ നിങ്ങൾ തൽക്കാലം ഇത് തന്നെ എന്ത് ചെയ്യുക, ഓർത്ത് നോക്കുക. ഇനി 32ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. മനുഷ്യ ജീനോം പദ്ധതിയിലൂടെ കണ്ടെത്തിയ ഏറ്റവും വലിയ ജീൻ ഏത്? ഡിസ്ട്രോഫിൻ ആണ് കേട്ടോ ഏറ്റവും വലിയ ജീൻ. നോർമലി നമ്മളിപ്പോൾ ഒരു മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ എപ്പോഴും എന്താ ആഗ്രഹം എന്തായിരിക്കും, ഒരു മനുഷ്യൻ ഒരു മത്സരത്തിൽ പങ്കെടുത്ത ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ചാൽ അയാൾക്ക് ഏറ്റവും വലിയ ട്രോഫി കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെ? ഏറ്റവും വലിയ ട്രോഫി എനിക്ക് തന്നെ വേണം എന്നുള്ളതാണ്. അത് അതിൽ തന്നെ പേരിലുണ്ട്, ഡിസ്ട്രോഫിൻ. മനുഷ്യ ജീനോം പദ്ധതിയിലൂടെ കണ്ടെത്തിയ ഏറ്റവും വലിയ ജീന് ഡിസ്ട്രോഫിൻ കേട്ടോ. ഇനി ഇതിൽ കോമൺ ആയിട്ട് ഈ ജീൻ അതേപോലെ എന്താണ് ഈ ബയോടെക്നോളജി ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. അതിലൊന്ന് ജീൻ തെറാപ്പി കേട്ടോ. അത് ഇതെങ്ങനെയാണ് ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഡെഫിനിഷൻ തരും, എന്നിട്ട് താഴെ എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടെക്നിക്കൽ ടേംസിങ് തരും, ഇതിലേതാണെന്നുള്ളത് ചോദിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നിങ്ങൾക്കത് കിട്ടണം ഏതാണെന്നുള്ളത്. സോ ജനിതക രോഗങ്ങൾക്ക് കാരണമായ ജീനുകളെ മാറ്റിയിട്ട് പ്രവർത്തനക്ഷമമായിട്ടുള്ള ജീനുകൾ ഉൾപ്പെടുത്തുന്ന ചികിത്സാ രീതിയാണ് എന്ന് പറയുന്നത് ജീൻ തെറാപ്പി എന്ന് വിളിക്കുന്നത്. തെറാപ്പി എന്ന് കേൾക്കുമ്പോൾ തന്നെ ചികിത്സാ രീതിയാണെന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അവിടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവണം, അല്ലേ? നമുക്ക് തെറാപ്പി സെഷൻ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കേട്ടിട്ടുള്ള പരിചയമുള്ള ഒരു ടേമാണ്. തെറാപ്പി എന്ന് വെച്ചാൽ ഒരു എന്താണ് ചികിത്സാ രീതിയാണ്. സോ ആ ചികിത്സാ രീതിയാണ് ജനിതക രോഗങ്ങൾക്ക് കാരണമായിട്ടുള്ളതിനെ ജീനുകളെ മാറ്റി പുതിയ പ്രവർത്തനക്ഷമമായിട്ടുള്ള മറ്റ് ജീനുകൾ വെക്കുന്നതാണ് ഇത് ജീൻ തെറാപ്പി. ഇനി ഇതിൽ കോമൺ ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. ഓക്കെ, അതിലൊന്നാണ് ജീനുകളെ മുറിച്ചു മാറ്റാൻ ഉപയോഗിക്കുന്ന എൻസൈം. ഓക്കെ, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. ഇത് ചോദിക്കാറുണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാനതിനെ എടുത്ത് അവിടെ കൊടുത്തത്. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് വെച്ചാൽ എന്താ, ജീനുകളെ മുറിച്ചു മാറ്റാൻ ഉപയോഗിക്കുന്ന എൻസൈമിനെ വിളിക്കുന്ന പേരാണ്. സോ ഇത് തന്നെ മുറിച്ചു മാറ്റുന്നത് കൊണ്ട് തന്നെ ഇതിന് ഒരു പേര് അറിയപ്പെടുന്നുണ്ട്, ജനിതക കത്രിക എന്ന് വിളിക്കുന്ന എൻസൈം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാ, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. ഓക്കെ, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് മറന്നു വരുന്നത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് വേറെ ഒരു എൻസൈം ഉണ്ട്, അതേതാ, അതായത് ജീനുകളെ തമ്മിൽ കൂട്ടിച്ചേർക്കാൻ ഉപയോഗിക്കുന്ന എൻസൈം, അതാണ് ലിഗേസ്. ജനിതക പശ എന്നറിയപ്പെടുന്ന എൻസൈം ലിഗേസ്. ഓക്കെ, നോർമൽ നമ്മൾ ഒട്ടിക്കും, അങ്ങനെ ഒരു കടലാസൊക്കെ ഒട്ടിക്കുക, ഒന്ന് ലിക്ക് ചെയ്തിട്ട് അത് അവിടെ ചുമരിൽ ഒട്ടിക്കും. അത് ലിഗേസ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക, ഒട്ടിക്കാൻ എന്നുള്ളത് ആ രീതിയിൽ അവിടെ ഓർത്ത് വെക്കുക. 33ാം ദിവസം നോക്കി. ഏത് വിറ്റാമിൻ്റെ അഭാവമാണ് പിള്ളവാതത്തിന് കാരണമാകുന്നത്? പിള്ളവാതം എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി പെട്ടെന്ന് എന്ത് ചെയ്യും, ഇതിൻ്റെ ആൻസർ കിട്ടും. റിക്കറ്റ്സ് ആണ് കേട്ടോ. റിക്കറ്റ്സ് ഏത് വൈറ്റമിൻ്റെ അഭാവം കൊണ്ടാണ്? വൈറ്റമിൻ ഡി. ഓക്കെ, വൈറ്റമിൻ ഡി ആണ്. വൈറ്റമിൻസ് എല്ലാം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ ഫുള്ള് പഠിച്ചു നോക്കണം. ഒരു എക്സാമിൽ നിങ്ങൾ എന്തായാലും ഇത് കാണും, ഷുവറാണ്. ഇതിലുള്ള എല്ലാം പഠിക്കണം കേട്ടോ. ഇതിൽ വിട്ട് കളയാൻ വേണ്ടി മാത്രം ഒന്നുമില്ല. വിട്ട് കളയാൻ വേണ്ടി മാത്രം ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് അത് വേണമെന്ന് പറയാം. വൈറ്റമിൻ എ, B1, B2 കോമൺ ആയിട്ട് അധികം ചോദിച്ച് കാണാറില്ല, ഇത് ഒഴിവാക്കാം. B3 പെരസേഷ്യ അനീമിയ, ഡെർമറ്റൈറ്റിസ് ആൻഡ് B7 ചെറുതായിട്ട് ഒഴിവാക്കാം, അത്ര ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല. B9 ഒക്കെ മെഗാലോബ്ലാസ്റ്റിക് അനീമിയാണ് ചോദിക്കാറുള്ളത്, വിളർച്ച എന്നല്ല. B12 പെർനീഷ്യസ് അനീമിയാണ് ചോദിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ഈ B2ഉം B7ഉം ഒഴിച്ച് നിർത്തിയാൽ മറ്റുള്ളവയൊക്കെ പ്രീവിയസ് ആയിട്ട് ചോദിക്കാറുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് നിങ്ങൾ A, C, D, E, K അത് നിർബന്ധമായിട്ട് പഠിച്ചോ കേട്ടോ. കാരണം അതാണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയി ചോദിക്കുന്നത്. ഞാൻ ഇത് തന്നെ എന്ത് ചെയ്യുന്നില്ല, എടുത്തിട്ട് പറയുന്നില്ല. കാരണം ഇതിലുണ്ട്, നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, എഴുതി വെച്ചിട്ട് ഇത് പഠിച്ചോളാം. അതിൽ കൂടുതലായിട്ടൊന്നും ഇതിൽ പറയാനില്ല. 34 പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. വൈഡൽ പരിശോധന ഏത് രോഗികാരിയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നു? ഒന്നുമില്ല, ഏത് രോഗത്തിനാണ് വൈഡൽ ടെസ്റ്റ് ഉപയോഗിക്കുന്നുള്ളതാണ് പ്രീവിയസ് ആയിട്ട് ചോദിച്ചത്. ഏതാ? ടൈഫോയിഡ് എന്നുള്ള എന്താണ് രോഗനിർണയത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് ഇത് വൈഡൽ ടെസ്റ്റ്. സോ അതുകൊണ്ട് തന്നെ ടൈഫോയിഡിൻ്റെ രോഗകാരിയായിരിക്കും ഈ ഓപ്ഷനിലുള്ളത്. അതേതാണ്? സാൽമോണല്ല ടൈഫി. പേരിലുണ്ട് ടൈഫി. ഓക്കെ, അപ്പോൾ കുറച്ച് ടെസ്റ്റുകൾ ഞാനത് പറയാം. ആദ്യമായിട്ട് നിങ്ങൾ എപ്പോഴും പഠിച്ചു കണ്ട ഏറ്റവും കോമൺ ആയിട്ട് റിപ്പീറ്റഡ് ആയി ചോദിക്കുന്നത് എയ്ഡ്സിൻ്റെ ടെസ്റ്റുകൾ. എലിസ ടെസ്റ്റ്, വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റും അതേപോലെ നേവ ടെസ്റ്റും. ഈ 3 ടെസ്റ്റുകളും എയ്ഡ്സുമായിട്ട് ബന്ധപ്പെട്ട ടെസ്റ്റുകളാണ് കേട്ടോ. നിർബന്ധമായിട്ട് പഠിച്ചു നോക്കണേ. ഇനി അടുത്തത് കുഷ്ഠമായിട്ട് ബന്ധപ്പെട്ട 2 ടെസ്റ്റുകളുണ്ട്. കുഷ്ഠരോഗം, ഹിസ്റ്റമിനും ലെപ്രമിനും.
ഹിസ്റ്റമിൻ ടെസ്റ്റും അതേപോലെ ലെപ്രമിൻ ടെസ്റ്റും കുഷ്ഠരോഗം. അതേപോലെ പാപ്സ്മിയർ, ഇത് അടുത്ത കാലത്തായിട്ട് ഒരു ക്വസ്റ്റ്യനിൽ കണ്ടത്. പാപ്സ്മിയർ ഗർഭാശയ ക്യാൻസറിന് വേണ്ടിയുള്ള ടെസ്റ്റാണ് പാപ്സ്മിയർ. ബയോപ്സി നോർമൽ ക്യാൻസറിനുള്ള. മാമോഗ്രാഫി സ്തനാർബുദം കേട്ടോ. ഇതൊക്കെ ഈ അടുത്ത കാലത്തായിട്ട് ഇടക്ക് കാര്യം വരുന്ന എന്താണ് ടെസ്റ്റുകളാണ്. ഇഷിഹാരൊക്കെ കുറേ മുമ്പൊക്കെ പോയി റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ടായിരുന്നു. വർണ്ണാന്തത, നൈറ്റ് ബ്ലൈൻഡ്നെസ് അല്ല കളർ ബ്ലൈൻഡ്നെസ്, അതാണ് ഇഷിഹാര ടെസ്റ്റ്. അതേപോലെ ബിലിറൂബിൻ ടെസ്റ്റ് മഞ്ഞപ്പിത്തത്തിനുള്ള ടെസ്റ്റാണ് ഇത് ബിലിറൂബിൻ. 35 എന്താ, ആഗോള താപനത്തിന് കാരണമാകുന്ന ഹരിതഗ്രഹ വാതകങ്ങൾക്ക് ഉദാഹരണം ഏവ. ആഗോളതാപനം നിർബന്ധമായിട്ട് പഠിക്കണം. കാരണം ഇതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നമ്മൾ ആഗോളതാപനം മുമ്പ് ക്വസ്റ്റ്യൻ കണ്ടു. ആദ്യത്തെ 10 ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യൻ എന്തുണ്ടായിരുന്നു, ഇതേപോലെ തന്നെ വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ഏറ്റവും നല്ലത് എലിമിനേഷൻ മെത്തഡാണ്. ഹൈഡ്രജൻ ആഗോളതാപനത്തിന് കാരണമാകുന്നുണ്ടോ, ഹൈഡ്രജൻ കാരണമാകുന്നുണ്ടോ, ഇല്ല. സോ ഇത് ഒഴിവായി. ഓക്കെ, അപ്പോൾ ഇതിലും ഹൈഡ്രജൻ ഉണ്ട്, ഒഴിവായി. അങ്ങനെ ഓപ്ഷൻ സിയും ഡി ഒഴിവായി എന്നുള്ള മനസ്സിലാവും. ഇനി ഓപ്ഷൻ എയും ബിയും നോക്കുക. എപ്പോഴും ഓർത്ത് വെക്കേണ്ടത് കാർബൺ മോണോക്സൈഡ് എന്നുള്ളത് ഒരു വിഷവാതകമാണ്, പക്ഷേ എന്തല്ല, ഹരിതഗ്രഹ വാതകമല്ല. അത് നിങ്ങൾ എപ്പോഴും ഓർത്ത് വെക്കണേ. കാർബൺ മോണോക്സൈഡ് ഒരു വിഷവാതകമാണ്, പക്ഷേ ഹരിതഗ്രഹ വാതകമല്ല. ശ്വസിച്ചാൽ മരിച്ചു പോകുന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന രീതിയിൽ ഓർത്ത് വെച്ചാൽ മതി. പക്ഷേ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട എന്ത്, ഹരിതഗ്രഹ വാതകം. സോ കാർബൺ മോണോക്സൈഡ് ഹരിതഗ്രഹ വാതകം അല്ല എന്നുള്ളത് മനസ്സിലായാൽ എന്തും ഓപ്ഷൻ ബിയും ഒഴിവാകും. സോ ഏതാ ആൻസർ വരിക, ഓപ്ഷൻ എ ആണ് കേട്ടോ. ഇത് 4 ഓർത്ത് വെക്കണേ, ഇത് നിർബന്ധമാണ്. കാർബൺ ഡൈ ഓക്സൈഡ്, പിന്നെന്താണ് ക്ലോറോ ഫ്ലൂറോ കാർബൺ, അതാണ് CFC. അതേപോലെ N2O, അതേപോലെ CH4 മീഥേൻ. ഇത്രയും 4 എണ്ണം നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു നോക്കണം. ഇതാണ് ആഗോള താപനത്തിന് കാരണമാകുന്ന മെയിൻ വാതകങ്ങൾ. അതിൽ ഏറ്റവും കൂടുതൽ ആഗോളതാപനം ഉണ്ടാക്കുന്ന വാതകമാണ് ഇത്, കാർബൺ ഡൈ ഓക്സൈഡ്, CO2. കുറച്ച് കാര്യങ്ങൾ പറയാം. ഒന്ന് ആഗോളതാപനം കണ്ടുപിടിച്ചത് ജോസഫ് ഫോറിയർ, പേരോർത്തക്കണേ, ഫോറിയർ. ഇനി ഏറ്റവും കൂടുതൽ അന്തരീക്ഷത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന ഹരിതഗ്രഹ വാതകം എന്ന് പറയുന്നത് ഏതാ, കാർബൺ ഡൈ ഓക്സൈഡ്. ഓൾറെഡി ഞാൻ പറഞ്ഞു. ആഗോളതാപനമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോട്ടോകോൾ ഉണ്ട്, മറന്നു വരുതേ. ആഗോളതാപനമായിട്ട് ബന്ധപ്പെട്ട പ്രോട്ടോകോളാണ് ഇത്, ക്യോട്ടോ പ്രോട്ടോകോൾ. ഓട്ടെ, ഈ ആഗോളതാപനം എന്ന് പറയുന്നത് എന്താണ്, അന്തരീക്ഷം ചൂട് പിടിക്കുന്നല്ലേ, അന്തരീക്ഷം ഹോട്ടാവുന്നതാണ്. ആ ക്യോട്ടോ എന്നിടത്തിൽ തന്നെ എന്തുണ്ട്, ഹോട്ട് എന്നുള്ളൊരു വേർഡ് നിങ്ങൾക്ക് അവിടെ കാണാം. ക്യോട്ട്. ഓക്കെ, ക്യോട്ടോ പ്രോട്ടോകോൾ. ക്യോട്ടോ എന്നുള്ളത് ജപ്പാനിലൊരു സ്ഥലമാണ് കേട്ടോ, ക്യോട്ടോ. അവിടെയാണ് ഈ പ്രോട്ടോകോൾ അവിടെയാണ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആഗോളതാപനം തടയാൻ വേണ്ടിയിട്ടുള്ള മീറ്റിംഗ് നടന്നത്. അതാണ് ക്യോട്ടോ പ്രോട്ടോകോൾ. ഇനി അതിനുശേഷം 2015 എന്ത് ചെയ്തു, ക്യോട്ടോ പ്രോട്ടോകോളിന് പകരമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് കുറക്കാൻ വേണ്ടിയിട്ട് ഒരു ഉടമ്പടി വെക്കുന്നുണ്ട്. അതാണ് ഇത് പാരീസ് ഉടമ്പടി. മറന്നു പോയത്, ഇത് രണ്ടും ആഗോളതാപനമായിട്ട് ബന്ധപ്പെട്ട 2 ഉടമ്പടികളാണ്, ക്യോട്ടോ പ്രോട്ടോക്കോളും പാരീസ് ഉടമ്പടിയും. പാരീസ് ഉടമ്പടിയുടെ ഇയർ ഒന്ന് ഓർത്ത് വെച്ചോ, 2015. ഇനി അടുത്ത ക്വസ്റ്റ്യന് 36, പരമ്പരാഗത നെല്ലിനങ്ങളെ സംരക്ഷിച്ചതിലൂടെ പത്മശ്രീ, ഒന്നുമില്ല കറണ്ട് അഫെയർ ആണ്, പത്മശ്രീ ലഭിച്ച ആര്, കേരളത്തിലെ കർഷകൻ ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. ആരാ കേരളത്തിലെ കർഷകൻ? സത്യനാരായണ ബേളേരി കേട്ടോ. പത്മശ്രീ ലഭിച്ചത് സത്യനാരായണ ബേളേരി. കറണ്ട് അഫെയർ ആണ്, ഞാൻ കൂടുതലായിട്ട് അതിലേക്കൊന്നും പോകുന്നില്ല. ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള പത്മശ്രീ അതേപോലെ കേരളക്കാർ ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പത്മ പുരസ്കാരങ്ങൾ ലഭിച്ച വ്യക്തികളാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. അവരുടെ ഫീൽഡും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ അവാർഡ് കിട്ടിയ ആളുകളെക്കാളും അവരെ വ്യക്തി എന്താ, ആ ഫീൽഡ് അവരെന്തിനാണ് അവരെ കൊടുത്തതെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, മനസ്സിലായിട്ടുണ്ടോ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് ചോദ്യകർത്താവ് എന്ത് ചെയ്യാറുണ്ട്, അത് ചോദിക്കാറുണ്ട്. 37 എന്താ, ശബ്ദത്തിന് പരമാവധി വേഗത ലഭിക്കുന്നത് താഴെ പറയുന്ന ഏത് മാധ്യമത്തിലാണ്? ഒന്നുമില്ല, ശബ്ദം നിങ്ങൾ നോക്കിയാൽ മതി. വായുവിലൂടെ വിളിക്കുന്നതാണോ, അല്ലെങ്കിൽ വെള്ളത്തിലൂടെയാണോ, അല്ലെങ്കിൽ അലൂമിനിയത്തിൻ്റെ ഇതിൽ തട്ടുമ്പോഴാണ്? ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ സൗണ്ട് വരുന്നത്, ശബ്ദം അലൂമിനിയത്തിൽ തട്ടുമ്പോഴാണ് അല്ലേ? അത് ആ രീതിയിൽ തന്നെ ഓർത്ത് വെച്ചാൽ മതി. ശബ്ദത്തിന് ഏറ്റവും കൂടുതൽ പരമാവധി വേഗത ലഭിക്കുന്നത് എപ്പോഴാണ്? അലൂമിനിയത്തിൽ തട്ടുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ശബ്ദം വരുന്നത്. അതായത് അലൂമിനിയത്തിൻ്റെ ഒരു സൈഡിൽ തട്ടിയാൽ നിങ്ങൾക്ക് മറ്റേ സൈഡിൽ അവിടെ ചുവട് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവിടെ നിന്ന് നിങ്ങൾക്ക് ആ സൗണ്ട് കേൾക്കാൻ പറ്റും. വായുവിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, അതേ ഡിസ്റ്റൻസിലുള്ള വായുവിനെയും ജലത്തിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഇവിടെ ഓർത്ത് വെക്കേണ്ടത് സോളിഡ് എന്നുള്ളതാണ് കേട്ടോ. ഖരവസ്തുക്കളിലായിരിക്കും ഏറ്റവും കൂടുതൽ വേഗത ലഭിക്കുന്നത്. ഓക്കെ, പിന്നെ ലിക്വിഡ്, പിന്നെ എന്താണ്, എയർ. അതാണ് അതിൻ്റെ ഒരു വേഗത, ശബ്ദത്തിൻ്റെ വേഗതയായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഒരു താരതമ്യ കണക്ക്. ഇനി ശബ്ദമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇടയ്ക്ക് ചോദിക്കുന്ന ഒരു എഫക്റ്റ് ഉണ്ട്. എന്താ, അതായത് നിങ്ങൾ മൈക്കിലൊക്കെ അനൗൺസ് ചെയ്ത് പോകുമ്പോൾ അടുത്തേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും, ആ ശബ്ദം കൂടി വരും. അതായത് കേൾവിക്കാരൻ്റെയോ ശബ്ദസ്രോതസ്സിൻ്റെയോ ചലനം, ആപേക്ഷികമായിട്ടുള്ള ചലനം കൊണ്ട് എന്ത് ചെയ്യും, ആവൃത്തി വ്യത്യാസപ്പെടും.
ഈ പ്രതിഭാസത്തിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്, എന്താ? ഡോപ്ലർ എഫക്റ്റ്. മറന്നുപോയത്തെ, ഡോപ്ലർ എഫക്റ്റ് എന്ന് വിളിക്കുന്നത് ഈ പ്രതിഭാസത്തെയാണ്. ഡോപ്ലർ ആ ശാസ്ത്രജ്ഞൻ്റെ പേരാണ്. ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തുക. ഇനി മനുഷ്യൻ്റെ ശ്രവണശേഷി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ് മനുഷ്യൻ്റെ ശ്രവണശേഷി. ഇതിൻ്റെ ഇടയിലുള്ള ആവൃത്തിയുള്ള സൗണ്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, മനുഷ്യന് കേൾക്കാൻ പറ്റൂ. ആ കാര്യം ഓർത്തുക. ഇനി സൗണ്ടിൻ്റെ തീവ്രത, ശബ്ദത്തിൻ്റെ തീവ്രത അളക്കുന്ന യൂണിറ്റാണ് ഇത്. തീവ്രത അളക്കുന്ന യൂണിറ്റാണ് ഡെസിബൽ കേട്ടോ. ഇത് തന്നെ എങ്ങനെ ചോദിക്കുന്ന അറിയോ? ഈ ശബ്ദ മലിനീകരണത്തിൻ്റെ യൂണിറ്റ് എന്ന് ചോദിച്ചാലും ഏത് തന്നെയാണെന്ന് അറിയാം, ഈ ഡെസിബൽ തന്നെയാണ്. കാരണം നിങ്ങൾക്കറിയാം 60 ഡെസിബൽ കൂടിക്കഴിഞ്ഞാൽ ശബ്ദ മലിനീകരണമായി എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ ഡെസിബൽ സോ ആ യൂണിറ്റ് ഏതാ? ഡെസിബൽ എന്നുള്ളതാണ്. ഓക്കെ, ഡെസിബൽ എന്നുള്ളത് 2 യൂണിറ്റ് തീവ്രതയാണ്. ശബ്ദത്തിൻ്റെ തീവ്രതയെ കാണിക്കും, അതേപോലെ ശബ്ദത്തിൻ്റെ മലിനീകരണം കാണിക്കുന്നതും ഏത് തന്നെയാണ്? ഡെസിബൽ തന്നെയാണ്. 38 ലാസിക് സർജറിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വൈദ്യുത കാന്തിക തരംഗം ഏതാണെന്നാണ്? അൾട്രാവയലറ്റ് കേട്ടോ. UV റേസ് ആണ് ലാസിക് സർജറി, കണ്ണുമായിട്ട് ബന്ധപ്പെട്ട ലാസിക് സർജറിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. UV റേസ് എവിടെയൊക്കെ, ഇതിലുള്ള റേസൊക്കെ എവിടെയൊക്കെയാണ് ഉപകാരപ്പെടുന്നത് എന്നുള്ളത് എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. മിനിമം നിങ്ങൾ അറിഞ്ഞിരിക്കണം. സോ അത് UV റേസിൻ്റെ കേസിൽ ഞാൻ പറഞ്ഞുതരാം. UV റേസിൻ്റെ കേസിൽ UV റേസാണ് ഒന്ന് സൂര്യാഘാതം ഉണ്ടാക്കുന്നത്. UV റേസാണ്. UV റേസിൻ്റെ ഒരു ഉപയോഗം എന്ന് വെച്ചാൽ കള്ളനോട്ട് തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കും. നെയ്യിൽ മായം ചേർത്തിട്ടുണ്ടോ എന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കും. UV റേസിൽ നിന്നും വൈറ്റമിൻ D നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ വൈറ്റമിൻ D കിട്ടുമെന്ന് വിചാരിച്ചിട്ട് കൂടുതൽ UV റേസ് കിട്ടിക്കഴിഞ്ഞാൽ ത്വക്ക് ക്യാൻസർ വരും, സ്കിൻ ക്യാൻസർ എന്ത് ചെയ്യും, അത് ഉണ്ടാക്കും. സോ ഇത് രണ്ടും എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിപരീത പോലെയാണ് നിൽക്കുന്നത്. അത് നിങ്ങൾ UV റേസിൻ്റെ കേസിൽ എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ഇനി ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ എന്ത് ചെയ്യുക, ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് UV റേസ് ഒന്ന്. അതേപോലെ ജലത്തിലുള്ള സൂക്ഷ്മജീവികളെ എന്താണ് നശിപ്പിക്കാൻ വേണ്ടിയിട്ടും UV റേസ്, UV ഫിൽട്രേഷൻ എന്നൊക്കെ ഈ വാട്ടർ പ്യൂരിഫയറിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കാണാം UV. സോ അത് അവിടെ ആ ഒരു പിക്ചർ മൈൻഡിൽ വന്നാൽ മതി. അത് നിങ്ങൾക്ക് അപ്പോൾ ജലത്തിലുള്ളത് എന്ത് ചെയ്യും, അവിടെ കിട്ടും. ഓക്കെ, മറ്റുള്ള തരംഗങ്ങളും ഇതേപോലെ അതിൻ്റെ ഉപയോഗം നിങ്ങൾ പഠിക്കണം, നിർബന്ധമാണ്. 39 ഭൂഗുരുത്വം മൂലമുള്ള ത്വരണത്തിൻ്റെ വില ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് എവിടെയാണ്? എത്രയോ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഭൂഗുരുത്വം മൂലമുള്ള ത്വരണം എന്ന് വെച്ചാൽ എന്താ? ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, G എന്ന് വിളിക്കും നമ്മൾ കോമൺ ആയിട്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് കിട്ടാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്നറിയോ? ഈ Gനെ നേരെ തിരിച്ചൊന്ന് ഇട്ടാൽ മതി. നേരെ ഒന്ന് മാറ്റിയിട്ട് ഒന്നെങ്കിൽ P എന്നാവും അല്ലെങ്കിൽ D എന്നാവും. ഇതൊക്കെ കാണുമ്പോൾ ഏകദേശം ഒരുപോലെ അല്ലേ G എന്നുള്ളത്? അതായത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് വായിക്കുവാണെങ്കിൽ പോൾ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ മലയാളത്തിൽ വായിക്കുകയാണെങ്കിൽ ധ്രുവം എന്ന് പറയാം അല്ലേ? മലയാളത്തിൽ ഏതുവാണെങ്കിൽ ധ്രുവം, ഇംഗ്ലീഷിലാണെങ്കിൽ പോൾ. സോ ഏറ്റവും കൂടുതൽ എവിടെയാണ് ഉണ്ടാവുക? G. അത് പോളിൽ അല്ലെങ്കിൽ ധ്രുവങ്ങളിലാണ്. ഓപ്ഷൻ B ആണ് ആൻസർ. സോ ഏറ്റവും കുറവ് എവിടെയായിരിക്കും? ഏറ്റവും കുറവ് എന്ന് പറയുന്നത് ഭൂമധ്യരേഖയിലാണ്. ഭൂകേന്ദ്രത്തിൽ ഇതിൻ്റെ 0 ആണ് കേട്ടോ. ആ കേന്ദ്രത്തിൻ്റെ ലാസ്റ്റിലൊരു 0 ആണെന്ന് ഓർത്ത് വെച്ചാൽ മതി. ഭൂകേന്ദ്രത്തിൽ ഭൂഗുരുത്വ ത്വരണം എന്ന് പറയുന്നത് 0 ആണ്, 0 ആണ്. ഭൂഗുരുത്വ ത്വരണം ഇല്ല. ഇനി ഭൂമധ്യരേഖയില്ലാതെ എത്രയാണ്? ഏറ്റവും കുറവാണ്. ഏതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ? ധ്രുവങ്ങളിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. സോ ഇത് കോമൺ ആയിട്ട് ചില കേസിൽ ഇത് ക്വസ്റ്റ്യൻ തിരിച്ചാണ് ചോദിക്കുക. അങ്ങനെ ചോദിക്കുന്നത് അറിയാം, ഭൂമധ്യരേഖയിൽ നിന്നും ധ്രുവങ്ങളിലേക്ക് പോകുമ്പോൾ ഒരു വസ്തുവിൻ്റെ ഭാരം കൂടുന്നു കുറയുന്നു എന്ന രീതിയിലാണ് ചോദിക്കുക. വസ്തുവിൻ്റെ ഭാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും എന്താണ്, ഈ Gയെ ഡിപ്പെൻഡ് ചെയ്യും. G കൂടുന്ന സ്ഥലത്ത് വസ്തുവിൻ്റെ ഭാരം എന്തായിരിക്കും? കൂടുതലായിരിക്കും. സോ ഭൂമധ്യരേഖ എന്ന ധ്രുവത്തിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും? അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. അത് വസ്തുവിൻ്റെ ഭാരമാണെന്ന് ചോദിച്ചെങ്കിലും അല്ലെങ്കിൽ ഭൂഗുരുത്വ ത്വരണമാണ് ചോദിച്ചെങ്കിലും കൂടുന്നു എന്നാണ് അതിൻ്റെ ആൻസർ. സോ ഭൂകേന്ദ്രത്തിൽ ഒരു വസ്തുവിൻ്റെ ഭാരം എത്ര? 0 ആണ്. ധ്രുവപ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതലാണ്. ഭൂമധ്യരേഖ പ്രദേശങ്ങളിൽ ഏറ്റവും കുറവാണ് ഭാരം അനുഭവപ്പെടുക. ഇനി 1/6 ഭൂമധ്യരേഖ G ആയിട്ട് ബന്ധപ്പെട്ട ഒരു നമ്പറാണ് 1/6. എന്താണെന്ന് അറിയോ? ചന്ദ്രനിലെ Gയുടെ മൂല്യം, ചന്ദ്രനിലെ Gയുടെ മൂല്യം എന്ന് പറയുന്നത് എന്താ? ഭൂമിയുടെ 1/6 ആണ്. അതായത് വളരെ കുറവാണ്, 6ൽ 1 ഉള്ളൂ. പക്ഷെ ആ നമ്പർ നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ചന്ദ്രനിലെ Gയുടെ മൂല്യം എന്ന് പറയുന്നത് ഭൂമിയുടെ മൂല്യത്തിൻ്റെ 1/6. ഇനി 40ാമത്തെ ക്വസ്റ്റ്യൻ, ISROയുടെ അഭിമാന പദ്ധതിയായ ചന്ദ്രയാൻ 3 അതിൻ്റെ സോഫ്റ്റ് ലാൻഡിങ് നടന്നത് എന്നാണ്? സോഫ്റ്റ് ലാൻഡിങ് നടന്നത് എപ്പോഴാണ്? ഇത് നല്ലോണം ശ്രദ്ധിച്ചോണേ, ലാൻഡിങ് ആണ്, അല്ലാണ്ട് വിക്ഷേപണം അല്ല ചോദിച്ചത്. ഇവിടെ വിക്ഷേപണം നടത്തുന്നത് ആ ഡേറ്റും ഇതിൽ ഓപ്ഷനിൽ തന്നിട്ടുണ്ട്. ഏതാ വിക്ഷേപണം നടത്തിയ ഡേറ്റ്? ജൂലൈ 14. എന്നാൽ സോഫ്റ്റ് ലാൻഡിങ് വരുന്നത് എവിടെയാണ്, എപ്പോഴാണ്? ഓഗസ്റ്റ് 23 കേട്ടോ. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? ഓഗസ്റ്റ് 23 ഇതിൻ്റെ ആൻസർ.
അപ്പോൾ അത് മറന്നു പോകണ്ട, ഇത് രണ്ടും കൺഫ്യൂസിങ് ആയിരിക്കും. രണ്ട് ഡേറ്റും നിങ്ങൾ എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. വിക്ഷേപണമാണ് കൂടുതലായിട്ട് മുമ്പ് ചോദിച്ചു കണ്ടിട്ടുള്ളത്, ജൂലൈ 14. ഇനി അത് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. 14 ജൂലൈ 23 എന്ത് ചെയ്യും, പദ്ധതി വിജയകരമായിട്ട് വിക്ഷേപിച്ചു. 23 ഓഗസ്റ്റ് 23 എന്ത് ചെയ്തു, 3 വിജയകരമായിട്ട് ചന്ദ്രനിൽ ഇറങ്ങി. ചന്ദ്രനിൽ എവിടെയാണ് ഇറങ്ങുന്നത്, സൗത്ത് പോൾ. ഈ ഒരു വേർഡ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ചന്ദ്രൻ്റെ സൗത്ത് പോളിലാണ് കേട്ടോ, സൗത്ത് പോളിലാണ് ഇറങ്ങുന്നത്. അത് ഇന്ത്യ, അതായത് ഒരു രാജ്യം, ആദ്യത്തെ രാജ്യമാണ് സൗത്ത് പോളിൽ ഇങ്ങനെ ഒരു സാറ്റലൈറ്റ് ഇറക്കുന്ന ആദ്യത്തെ രാജ്യമായിട്ട് മാറി ഇന്ത്യ. അതുകൊണ്ടാണ് സൗത്ത് പോൾ എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പ്രത്യേകിച്ച് പറയാനുള്ള കാരണം. യെസ്, ഇത്രയാണ് 40 ക്വസ്റ്റ്യൻസ്. 41 മുതൽ 50 വരെയുള്ള എന്ത് ചെയ്യാം, നമുക്ക് അടുത്തൊരു പാർട്ടിലാക്കിയിട്ട് ചെയ്യാം. ഓക്കെ, ബൈ.